നോക്കുന്നത് മനസ്സിലായോ? ചോദിച്ചതാ. അല്ല ഗ്ലിംസ് കണ്ടു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കണ്ണടച്ചെന്നേ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഷഡ്ഡി വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അടിയിൽ ഇടാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുമാത്ത ഒന്നും ഇല്ല. ഇത് നമുക്ക് ഹോസ്റ്റേജ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഊരിപ്പിച്ചോന്നല്ല, അവൻ തന്നെ പറഞ്ഞു ഊരണ്ട, മറ്റേ അടിയൊന്നും ഇട്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ ഊരിപ്പിച്ചില്ല. നമുക്ക് മാന്യതയാണല്ലോ. ഒരു ഗ്ലിംസ് കണ്ടു, അപ്പുറത്തേക്ക് തന്നെ ഇടാൻ പറഞ്ഞു. ബ്രോ നിങ്ങളുടെ കണക്ക് നമ്മൾ നോക്കിയിട്ട് ഹോസ്റ്റേജിനെ കൊണ്ടുവന്ന് നോക്കിയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാറില്ല. നമ്മൾ അതെല്ലാം ലൂഡോജിയാ ഞാനാ ഇറ്റാച്ചി എടാ ഞാനേ ഒന്ന് ഇ എം എസ് ഞാൻ നേരെ ഇങ്ങനെ ഓടിപ്പടച്ച് വരുമല്ലായിരുന്നു മുന്നേ. EMSലായിരുന്നേ. ഒരു മിനിറ്റ്. ഹലോ കേറി ഒരു മിനിറ്റ് ഇടയ്ക്കൊരു കോള് വന്നേ. പറ എന്തായിരുന്നു പ്രശ്നം? പട്ടി പറഞ്ഞോട്. ശ്വാനൻ അവൻ ഇങ്ങോട്ട് അതാണ് വിളിക്കുന്നത്, അതല്ലേ? അപ്പൊ മോനെ മൈക്കിളെ, എന്തുകൊണ്ടാണ് ശ്വാനൻ എന്ന് വിളിക്കാൻ മോന് പ്രചോദിതമായത്? എന്ത് പറ്റി? അതായത് ജോക്കി ബ്രോ, ഞാൻ അവിടെ മറ്റേ റിപ്പയറിന്റെ അവിടെ വണ്ടി വെച്ച് നിൽക്കായിരുന്നു. അപ്പോ ഓൾറെഡി മറ്റേ CVA എന്ന് പറയുന്നൊരു ഗ്യാഗായിട്ട് ഓൾറെഡി അടിയായി. അത് സംഘടകളും സംസാരിച്ച് തീർത്ത്. ഈ ബ്രോ ഞാൻ ആ കൂട്ടത്തിലാണ് വിചാരിച്ചത്. അപ്പൊ ഈ ബ്രോ വന്ന് എന്റെ വണ്ടി കയറി. വണ്ടിയുടെ മേലെ ഒന്നും ഇല്ല കയറിയത്, എന്നെ ഇടിച്ചിന്റെ ബോണറ്റിലോട്ട് ഇട്ടപ്പോ നിനക്കൊരു വീഡിയോ കിട്ടി. എന്റെ കണ്ണില് ബ്രോ വണ്ടിയുടെ മേലെ കയറി നിൽക്കായിരുന്നു. വണ്ടിയുടെ മേലെ പക്ഷെ നമ്മുടെ കണ്ണിൽ കാണുന്നത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീഡിയോ ആയി. ബാക്കി പറ. അതെ അപ്പൊ ഞാൻ ബ്രോ പട്ടി എനിക്ക് വീഡിയോ തന്നറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ബ്രോ പറഞ്ഞ് എടാ എന്താ പട്ടി എന്തിനാണ് വിളിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രോ ട്രിഗറായി ബ്രോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പോയി സംസാരിച്ച്. അപ്പൊ ഈ ബ്രോയ്ക്ക് പട്ടി വിളിക്കുന്ന ഇഷ്ടമല്ല പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ പഞ്ചിങ് ആയി, ഇടിയായി. അപ്പൊ ഈ ബ്രോ തിരിച്ചടിച്ച് പിന്നെ അങ്ങനെ ഗണ്ണെടുത്തടിച്ചു. ഗണ്ണെടുത്തടിച്ചിട്ട് ആര് ഡൗൺ ആയി? നമ്മൾ ഡൗൺ ആയി. അതിപ്പോ ചോദ്യം ചോദിക്കാനുണ്ടോ? അത് മനസ്സിലായി നീ ഡൗൺ ആയെന്ന്. അതെ പിന്നെ എടാ ഇത് ആരെയാടാ ഇവൻ ശ്വാനൻ എന്ന് വിളിച്ചേ? നീലിനെ. എടാ എന്റെ ചെറുക്കനെ നീ ശ്വാനൻ എന്ന് വിളിച്ചോടാ. ശ്വാനൻ എന്തിനു വിളിച്ചു? അത് വിളിക്കേണ്ട ആവശ്യം എന്താണ്? വീഡിയോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ശ്വാനൻ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പോ ഇങ്ങനെ ആരെങ്കിലും വണ്ടിക്കകത്തിരുന്ന് എടാ വീഡിയോ തന്നല്ലോടാ പട്ടി എന്ന് പറയാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞേ. എടാ ഞാൻ ഷർട്ട് ഇടാൻ നിൽക്കുമ്പോ നീ എന്തിനാടാ ഷർട്ട് ഇട്ട് നിൽക്കുന്നേ? ഷർട്ട് ഊരടാ. അയ്യോ അതെന്താ? പെട്ടെന്നൊന്ന് ഊരിട്ടോ. ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് എടാ മോനെ, ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. BBN666 മോനെ, ഞാൻ നിന്റെ അടുത്ത് പലവണ പറഞ്ഞിട്ടുണ്ട്. ഈ പീരീഡ്സ് എന്ന് പറയുന്ന സാധനമൊക്കെ ചുമ്മാ കളിക്ക് പറയരുത് എന്നുള്ളൊരു സാധനം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദൈവത്തെ ഓർത്തിട്ട് അങ്ങനത്തെ സാധനങ്ങൾ പറയാതിരിക്കുക. ഓക്കെ, മനസ്സിലായോ? എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. സോറി മോനെ, സോറി. അപ്പം മോനെ ഇത് വല്ലാത്ത എടാ, ഇത് എന്താടാ അടിയിൽ എന്തെങ്കിലും കിട്ടും നടന്നൂടെ നിനക്ക്? നീലേ മോനെ ഇതെന്താ ചെയ്യണ്ടേ? ഇവനെ കൊന്നങ്ങ് വിടണോന്നാണ്. അത്രേ ഉള്ളൂ. കൊല്ലണ്ട, എന്തായാലും കത്തിക്കണ്ട. എടുത്തോണ്ട് പോകാൻ പറയാം. മോനെ നീലിങ്ങോട്ട് വന്നേടാ കൂട്ടാ. അവനെ ഒന്ന് മാനസാന്തരപ്പെടുത്തി നോക്കാലോ നമുക്ക്. നീലേ മോനെ, നിനക്കിതൊരു സമാധാനപ്രിയമായിട്ട് അങ്ങോട്ട് കഴിയുന്നതിനെ കുറിച്ച് മോന്റെ അഭിപ്രായം എന്താണ്? ഇതങ്ങോട്ട് സോറി പറഞ്ഞ് വിടിയിപ്പിച്ചാലോ? സോറി പറഞ്ഞിട്ട് വിടിയിപ്പിച്ചാലോ? അല്ല മോനെ, അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ മോനെയാണ് ശ്വാനൻ എന്ന് വിളിച്ചത്. മോനെയാണ് ശ്വാനൻ എന്ന് വിളിച്ച സമയത്ത് മോനാണ് അതിന്റെ തീരുമാനം എടുക്കേണ്ടത്. മനസ്സിലായോ നീൽ മോനെ? അണ്ണൂന്റെ ഇഷ്ടം.
എടാ ഹലോ ഹലോ അല്ല വില്ലുമോനെ 83 ആ എടാ റേഡിയോയിലുള്ളവന്മാരത്തല്ല ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ. അവനെ അവിടെ നിർത്തിയിട്ട് അവൻ ഓടിപ്പോ. MS30 വിളിക്കുന്നു MS30. ഓ MS30 വിളിക്കുന്നു. ഒരു മിനിറ്റ്. അത് ഇതിനകത്ത് കറണ്ട് 83. ഒരു മിനിറ്റ് 83 83. 83 കേറുന്നതിന് മുന്നേ എല്ലായിടത്തും ഇങ്ങോട്ടൊന്ന് വരാൻ പറയടാ. ഞാൻ തന്നെ 83 കയറുന്ന 81 കയറിയാ പോരെ. അല്ല അവര് 83 അവര് 83 കയറിക്കോട്ടെ. മോനെ എല്ലാരുടെ അടുത്തും കൂടെ ഇതിനകത്ത് സെക്ക കേക്കാവോ? സെക്ക എല്ലാരും ഇങ്ങോട്ടൊന്ന് പുറകിലോട്ട് വന്നേ. ഏബൽ ജോസഫ്, കില്ലുവ, ഡെസ്ട്രോ, സ്നൈപ്പ്. ഹോസ്റ്റേജിന് ഒരു കാര്യം ചെയ്യാം. ബോബോ എടുത്ത് അവിടെ നിൽക്കാൻ പറ. ഓ ഇതാരാ മിസ് ബോയ് ആണോടാ ഇത്? ഓ ലുക്കൊക്കെ മാറിയില്ലടാ. പെണ്ണൊക്കെ തെറ്റായി. ആ പെണ്ണിന്റെ അതേ മുടിയുടെ കളർ ഇട്ടിരിക്കും. എടാ ഇത് എന്തുവാടാ? ഇത് ആഷ് ബ്രൂട്ടലാടാ ഇത്. അണ്ണു എടാ ഇത് ആഷ് ഇരിക്കുന്നതൊക്കെ ഇരിക്കുന്നത് മുടിയും സ്റ്റൈലും ഒക്കെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് നീലിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ കൊന്നുവിടാം, അല്ലെങ്കിൽ സമാധാനപരമായിട്ട് നമുക്ക് ഇതെങ്ങനെ ഡീൽ ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ ജസ്റ്റ് ശ്വാനൻ എന്നല്ലേ വിളിച്ചോളൂ. ശ്വാനൻ എന്തിനാണ് ശ്വാനെ എനിക്ക് വീഡിയോ തരുന്നത്? ഭയങ്കര കൊണായിരുന്നു. ഭയങ്കര കൊണയായിരുന്നു. ഞാൻ വിട്ട് മാറി നിന്നപ്പോ അവന് വേണ്ടിട്ട് കൂടെ ഉള്ളവന്മാർ കൂടെ വന്നിട്ട് ഒരേ ഗുണം അങ്ങനെയാണ് ഇടിയായത്. ആണല്ലേ? ഇത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനം കൂടെ പറമോനെ. നിങ്ങളുടെ തീരുമാനം എല്ലാം കൂടെ പറയടാ. സോറി എങ്കിൽ സോറി. എടാ ഞാനൊരു കാര്യം പറയാം. ഗ്യാങ്ങിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് അവന്മാരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവന്മാരെ കൊണ്ട് സോറി പറയിപ്പിക്കാം. ഇവനല്ലേ പറഞ്ഞു. ഇവൻ പറഞ്ഞിട്ട് അവന്മാരോട് സോറി പറയട്ടെ. എന്നിട്ട് എടുത്തോണ്ട് പോട്ടെ. അവരും പറയും ഇവരും പറയും. നമ്മളൊരു ഗ്യാങ് അല്ല മനെ. നമ്മളത് എടാ നമ്മള് കൊല്ലുന്നില്ല. അത് ലീസ്റ്റ്. അല്ലാതെ നമ്മള് ഇതെങ്കിലും ചെയ്ത് വിടണ്ടേ. അവര് സോറി പറയട്ടെ, ഇവരും സോറി പറയട്ടെ. ഇനി അവര് സോറി പറയുന്നില്ലെങ്കിൽ ഇതിപ്പോ അങ്ങനെ ഇതിപ്പോ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ അവര് ഇതിലേ ഇത് ഒന്നിനും നമുക്ക് അവര് ഇവനെ കൊണ്ട് സോറി പറഞ്ഞിട്ട് നമുക്ക് പിടിപ്പിക്കാം. ബോധം ഉണ്ടല്ലേ. പക്ഷെ നമ്മള് ഗ്യാങ് അല്ലേ മോനെ. 20 മിനിറ്റ്. എടാ കണക്ട് പറ. ഏത് 83 ഒരു മിനിറ്റ്. 83. ഓ ഞാൻ ഭയങ്കരമായിട്ട് മറ്റേ സമാധാനപ്രിയൻ ആയിട്ടുള്ള ദിവസമാണ്. ഇതെല്ലാം നീലിന്റെ തീരുമാനമാണ്. എന്റെ ദൈവമേ. ഹലോ കല്ലുമാത്തനുണ്ടോ ഇവിടെ? കോഹ്ലിയുടെ പേരെന്താണ്? എന്തോന്ന്? വൂൾഫി. ഓ വൂൾഫി മച്ചാനെ എന്തുണ്ട് വിശേഷം? സുഖമാണോ? മച്ചാന്റെ ഗാങ്ങിൽ ഒരു മെമ്പർ, നമ്മുടെ ഗാങ്ങിൽ ഒരു ഗാങ് മെമ്പർ ശ്വാനൻ എന്ന് വിളിച്ചു. ശ്വാനൻ പട്ടിന്ന് വിളിച്ചു. പട്ടി. എന്നിട്ട് ആ പുത്രൻ ഭയങ്കര കൊണയായിരുന്നു എന്നാണ് നമ്മളെ വിളിച്ച ചെറുക്കൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ പയ്യൻ ഇവിടെ മുട്ടിലിരിപ്പുണ്ട് ഗാങ് ഹൗസിൽ. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഒരു സോറിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഉടമ്പടി ഒന്ന് അങ്ങോട്ട് കൈമാറി ചെയ്യാം. സോറി പറഞ്ഞിട്ട് എടുത്തോണ്ട് പൊക്കോളൂ. ഹോസ്റ്റേജിനെ വേണമെന്ന് വാശി പിടിക്കല്ലേ. ഇവിടെ വന്നിട്ട് സോറി പറയൂ, എടുത്തോണ്ട് പോകൂ. ഓക്കെ. ആ ഡീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് അങ്ങനെ ഡീൽ ചെയ്തിട്ട് അവർ സോറി പറയട്ടെ. ഇവൻ സോറി പറഞ്ഞായിരുന്നോ? എടാ സോറി നീലിംഗ് വന്നേടാ. മോനെ മൈക്കിളെ അത് വിളിച്ചൊരു സോറി എന്ന് പറയൂ. പറഞ്ഞു. ഇനി ആരെയും വിളിക്കൂ അങ്ങനെ? എടാ ആരെയും വിളിക്കല്ലേ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സമാധാനപ്രിയരായോണ്ട് നമ്മളിങ്ങനെ അങ്ങ് വിട്ട്. മനസ്സിലായി? നമ്മള് കുറച്ച് നന്മയുള്ള ആൾക്കാരായോണ്ട് നമ്മള് ആ ഒരു ഇതിലങ്ങ് വിട്ട്. ഇനി പക്ഷേ മോൻ സോറി പറഞ്ഞത് പോട്ട്. ഇനി ഗാങ് ലീഡർ ആരാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കൂടെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തോണ്ടെങ്കിൽ പോവാം. അപ്പൊ ഇങ്ങോട്ട് നടക്കാം. ഇങ്ങോട്ട് നടക്കുന്നെങ്കിൽ അങ്ങോട്ട് നടക്കാം. ഇത് മനാഫ്രോ. അത് ശരി. എനിക്കും തോന്നി കേട്ടോ. എടാ നിങ്ങൾക്കാർക്കെങ്കിലും ആ സോറി ഒരു ഫീലിംഗ് ഇല്ല? സോറി ആയിട്ട് തോന്നിയോ? ഒരു ഫീൽ ഇല്ല. അത് ബ്രോ മനസ്സിൽ തട്ടി പറ. മനാഫ്രോ വെൽക്കം ടു ദി സ്ട്രീം. എവിടെ ആയിരുന്നു? ബ്രോ ഞാനേ പട്ടി വിളിച്ചിട്ട് സോറി കേട്ടോ ബ്രോ.
നീ എന്തിനാ ചിരിക്കുന്നേ? സോറി പറയുമ്പോൾ ചിരിക്കുന്നേ എന്തിനാ? നീ സോറി പറയാ, നിന്റെ ആ സോറിയിലൊരു ഊക്കലുണ്ടല്ലോ. ഓരോ ഊക്കലുണ്ട് മോനെ മൈക്കിളെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഇത് ചുമ്മാ അല്ലടാ പറയുന്ന കേക്കടാ കുട്ടാ. ഞാൻ ചുമ്മാ സോർട്ട് ചെയ്ത് വിടാനുള്ള ബേസിസിൽ സംസാരിക്കുന്ന സമയത്ത് നീ അങ്ങ് സന്തോഷിച്ച് ആർത്ത് ചിരിക്കല്ലേ. സോറി ആ മര്യാദക്ക് സോറി പറ, മര്യാദക്ക്. ഓക്കേ നീൽ ബ്രോ, ഞാൻ നീൽ ബ്രോനെ പട്ടിന്ന് വിളിച്ചതിന് സോറി. അതൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നീ ഏതാ ഫാമിലി പറഞ്ഞില്ലേ? ഇപ്പൊ ഏതാ മോനെ ഫാമിലി? നമ്മുടെ ഫാമിലിയുടെ പേര് പറയൂ. കല്ലുമാത്തനൊക്കെ സുഖമില്ലയോ? നമ്മുടെ അടുത്ത സുഹൃത്താണ്. നമ്മള് ആളും തരവൊക്കെ നോക്കിയിട്ട് വേണ്ടേ മുന്നേ സംസാരിക്കാൻ. നമ്മളെന്തിനാ നമ്മൾ തമ്മിലൊരു പ്രശ്നം? എന്നാ ഡെസ്ട്രോ ചെത്ത് പയ്യനായിട്ട് കോഹ്ലിയുടെ പക്ഷെ മറ്റേ റേഡിയോ റേഡിയോ സംസാരിച്ചിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഇട്ട് നോക്കാനോ? ഡബ്ല്യൂ ടോക്കായിരുന്നു ടോക്ക്. ഓ അങ്ങനെ ഇനിയിപ്പൊ ഞാൻ എല്ലാം ഡബ്ല്യൂ ടെന്റെ സംസാരിക്കും. ഓ എല്ലാം നീ അങ്ങ് മാറിയില്ലയോടാ ഇന്നലെ. അതെ ഇതാരാടാ ഇതാരാ? ഇത് ജുഗുറു. എടാ ഇങ്ങനെ മൂടി പുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പറ മോനെ നീല പറയടാ. അറിയാവുന്നവരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും എടാ നമ്മുടെ നിന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയാൻ റെഡിയാണല്ലോ. എന്റെ അല്ല വില്ലു മോന്റെ മോന്റെ ആണെങ്കിൽ ഇതാര് ഷസാമ? ആ എടാ അല്ല വോൾഫി ഇത് ഇതാരാ നടുക്ക് നിൽക്കുന്നേ? കല്ലുമാത്ത എന്തോ കല്ലുമാത്ത കണ്ടിട്ടൊരു പരിചയമില്ലാത്ത രീതിക്ക് നിൽക്കുന്നേ. വിളിച്ചില്ലല്ലോ, വൂൾഫിയല്ലേ ആദ്യം വിളിച്ചത്. ഓ കല്ലുമാത്തനെ റേഡിയോയിൽ ഞാൻ ചോദിച്ച സമയത്ത് വൂൾഫി പറഞ്ഞു കല്ലുമാത്തൻ ഇല്ലാന്ന്. കല്ലുമാത്ത ഞാനൊരു കാര്യം പറയട്ടെ കല്ലുമാത്ത, നമ്മള് MS-13 പല വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ്. ആ സമയത്ത് വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലൊരു പയ്യൻ നമ്മുടെ കൂട്ടത്തിലൊരു പയ്യനെ ശ്വാനൻ എന്ന് വിളിച്ചു. എന്ത്? ഓ ഡാഗ് അങ്ങനെ ഡാഗ് എന്ന് വിളിച്ച സമയത്ത് നമ്മള് പ്രതികരിക്കണമല്ലോ, അങ്ങനെ നമ്മൾ പിടിച്ചോണ്ട് വന്നതാണ്. പട്ടിന്ന് വിളിച്ചതിനാണ് ശരിക്കും പ്രതികരിച്ചത്. പിന്നെ ഞാനൊരു കല്ല് പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, കല്ലുമാറ്റം നാളെ വണ്ടിയുടെ മുന്നേ കുറുക്കും ചാടിയിട്ട് വീഡിയോ കിട്ടുന്ന സമയത്ത് എടാ പട്ടി നീ എനിക്ക് വീഡിയോ തന്നല്ലോടാ എന്ന് പറയുന്ന സമയത്ത് കല്ലുമാത്തിന് ട്രിഗർ ആവത്തില്ലേ? അതാവാത്ത പോലെ അതെന്താ നിങ്ങക്ക് പ്രശ്നമാവത്തില്ലേ? കല്ലുമാത്ത ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടല്ലേ സംസാരിക്കുന്ന കല്ലുമാത്ര മസിൽ പിടിച്ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞോ, കാര്യം പറഞ്ഞു, ഞാൻ കേൾക്കുക, പറഞ്ഞു. അപ്പം ഈ ഒരു സാധനത്തില് അങ്ങനെ വിളിച്ച സമയത്ത് നമുക്ക് അത് പിടിക്കത്തില്ല. പട്ടീന്ന് വിളിച്ചിട്ട് ഇനി അവനെ തൂക്കി പിടിച്ചോ, നിങ്ങൾ വിചാരിക്കും പട്ടീന്ന് വിളിച്ചിട്ട് തൂക്കി പിടിച്ചോണ്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ നമ്മുടെ ഷൂസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ പട്ടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഓക്കെ അല്ല. അപ്പം ഇപ്പൊ എന്തോ ചെയ്യണ്ടേ? ഇതിനെ കൊണ്ടുപോവാണോ? നിങ്ങൾക്ക് ഇതിനൊരു ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ കല്ലുമാത്ത? നിങ്ങളുടെ സുഹൃത്ത് സൈഡിൽ നിന്ന് ചെയ്തത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് പട്ടീന്ന് വിളിച്ചത് വളരെ മോശമാണ്, സമ്മതിച്ചു. മോശമാണ്. സംഭവം പറയാ, ഇപ്പൊ പട്ടീന്ന് വിളിച്ചിട്ട് ഞാൻ പോയി വിട്ടയാന്ന്, എന്നിട്ട് പിറകെ വന്ന് കൊണച്ച് വള്ളി എടുത്തിയാന്ന് ഇവൻ. അതിപ്പോ വള്ളിയായിട്ടല്ലേ കൂട്ടത്തുള്ളൂ. കല്ലുമാത്രം എനിക്ക് അറിയാം. തുടങ്ങിയത് നിങ്ങളാ, ഇടിച്ചു തുടങ്ങിയത് നിങ്ങളാ. മനസ്സിലായി? ഞാൻ അങ്ങോട്ടൊന്നിനും വന്നിട്ടില്ല. മനസ്സിലായി. അല്ല അവന്റെ അടുത്ത് ആരും പട്ടിന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞേക്ക. അല്ല നിങ്ങളുടെ ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു സോറി കിട്ടി കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള രീതിക്ക് പട്ടീന്ന് വിളിച്ചോ കുഴപ്പമില്ല, നമ്മളെ വിളിക്കാൻ വരണ്ട. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടീന്ന് എന്ത് വേണോ വിളിച്ചു, ഒരു പ്രശ്നമില്ല. ഇവന്റെ അടുത്ത് ആരുടെ പട്ടീന്ന് വിളിക്കല്ലെന്ന്. ഒരു മിനിറ്റ് കൊണ്ടുപോലെ ചെറുക്കനെ.
പറമോനെ. നമ്മള് മര്യാദക്ക് സംസാരിക്കാൻ പോയപ്പോ ഇവർക്ക് നമ്മളെ ഭയങ്കര പുച്ഛമാണല്ലോ. അത് ഭയങ്കര പുച്ഛമല്ലോടാ. ഞാൻ കുറെ നേരം നോക്കി. വിട്ടാലോ വേണ്ട ഒന്നും ചെയ്യില്ലേ. കല്ലുമാത്തൻ ഓ പറഞ്ഞോ. കല്ലുമാത്തൻ അപ്പൊ ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്നൊരു സോറി ഇങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഓക്കെ. ഇവൻ പട്ടിന്ന് വിളിച്ചതിന് സോറി ഫ്രം MS18 സൈഡിൽ നിന്ന്. നീലേ ഓ മതി മതി മതി. കൊണ്ടുപോക്കോ കല്ലുമാത്തൻ മോനെ. ഇനി ഇങ്ങനെ ചെയ്യല്ലേ കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു ഷഡ്ഡി വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അടിയിലിടാൻ പറ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുമാത്ത ഒന്നും ഇല്ല. ഇത് നമുക്ക് ഹോസ്റ്റേജ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഊരിപ്പിച്ചോന്നല്ല, അവൻ തന്നെ പറഞ്ഞു ഊരണ്ട, മറ്റേ അടിയൊന്നും ഇട്ടിട്ടില്ലാന്ന്. അതുകൊണ്ട് നമ്മൾ ഊരിപ്പിച്ചില്ല. നമുക്ക് മാന്യതയാണല്ലോ. ഒരു ഗ്ലിംസ് കണ്ടു, അപ്പുറത്തേക്ക് തന്നെ ഇടാൻ പറഞ്ഞു. ചെറുതായിട്ട് ബ്രോ നിങ്ങളുടെ കണക്ക് നമ്മൾ നോക്കിയിട്ട് ഹോസ്റ്റേജിനെ കൊണ്ടുവന്ന് നോക്കിയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാറില്ല. നമ്മൾ അതല്ല നോക്കുന്നത്, മനസ്സിലായോ? ചോദിച്ചതാ. അല്ല ഗ്ലിംസ് കണ്ടു എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പെട്ടെന്ന് കണ്ണടച്ചെന്നേ. നിങ്ങളുടെ കൂട്ടിൽ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. ഓ ഇല്ല ഇല്ല ഇല്ല. അപ്പൊ പിന്നെ അത് ഇനി കൊണ്ടുപോക്കോ കല്ലുമാത്തൻ. പോടാ. ബൈ ബൈ. ശരി പോയിട്ട് വരാം. ഇവനാരാടാ നമ്മുടെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? ഞാനൊരു കാര്യം പറയട്ടെ. നീയൊക്കെ എന്തിനു വായി ഉടച്ച് മിണ്ടായിരിക്കുന്നേ? ഈ ഗ്ലിംസ് കണ്ടോന്ന് ചോദിക്കുന്ന സമയത്ത് മെസ് ബോയ് അപ്പൊ നിന്റെ വായി പഴമായിരുന്നു. അല്ല ഞാനപ്പോ തന്നെ പറഞ്ഞല്ലോ നീക്ക് മാറുവാണോ? എടാ എന്നാ പിന്നെ കൊന്നു കൊടുത്തില്ലായിരുന്നോ?